ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രുതി. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോയിട്ടുള്ളത് തയ്യൽ മെഷീൻ നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടി പോയാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്കിലൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇത്. കുഞ്ഞൊരു വീഡിയോ ആണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എന്തോ 700 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. അതൊന്ന് കൂടി ഒരു 1K ഒക്കെ ആവാൻ വേണ്ടി നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മെഷീൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ മെഷീനല്ല, എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ആണ് കേട്ടോ. അതായത് ഇച്ചായൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ മെഷീനാണ്. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്ന് വെച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് തയ്ച്ച് പഠിക്കാൻ വേണ്ടി തന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതൊന്ന് നന്നാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ നന്നാക്കാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. ഇത് നമ്മുടെ പള്ളുരുത്തിലാണ് കേട്ടോ ഈ ഒരു തയ്യൽ മെഷീൻ്റെയൊക്കെ നന്നാക്കണ ഈ ഒരു ഷോപ്പുള്ളത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തയ്യൽക്കാരികൾക്ക് അല്ലെങ്കിൽ തയ്ക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നുണ്ടെങ്കിൽ എന്താ ലേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇവിടെ ഒരു കുഞ്ഞു കടയാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഒരു ഹ്യൂജാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇങ്ങനത്തെ ബീഡ്സ് സാധനങ്ങൾ, മറ്റേ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യണ ഷുഗർ ബീറ്റ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, പിന്നെ നൂല്, പിന്നെ ഇതുപോലത്തെ കണ്ട പാച്ചസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ഡ്രസ്സിൻ്റെയൊക്കെ ബട്ടൺസില്ലേ, അത് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ലേസുകൾ, പിന്നെ സിബുകൾ, സാരി ഫോള്, പിന്നെ എന്തെന്നാ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ തീരത്തില്ല, അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മെഷീൻ ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റ്, അതായത് എൻ്റെ മെഷീനല്ല കേട്ടോ, ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന മെഷീനിലുണ്ടായിരുന്ന കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോബിൻ കേസിലെ നൂലും നമ്മുടെ മെഷീനത്തിലിടുന്ന മെയിൻ നൂലുമില്ലേ, അത് രണ്ടും കൂടി കെട്ട് പിണഞ്ഞു പോകണം. അപ്പോൾ അത് നമ്മൾ അടിക്കാൻ നേരത്ത് ആ കെട്ട് പിണയുമ്പോഴത്തേക്കും പൊട്ടി പോകും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരത് നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. 1 വീക്ക് കഴിയുമ്പോഴാണ് കേട്ടോ ഇത് ഇവർ നന്നാക്കി തരുള്ളൂ. കാരണം ഇവരുടെ അടുത്ത് കുറേ മെഷീൻസ് നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ ദിവസമൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മെഷീൻ നന്നാക്കി കിട്ടാൻ വേണ്ടി 1 വീക്ക് പിടിക്കുമെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു കത്രികയും കൂടി വാങ്ങാനുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പഠിക്കാൻ വേണ്ടി പോകണേണല്ലോ, അപ്പോൾ കത്രികയൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കത്രിക അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. നല്ല അടിപൊളി കത്രിക. ഞങ്ങളുടെ മിസ്സ് പറഞ്ഞിട്ടുണ്ട്, പോയിൻറ്റഡ് ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ലേബലൊക്കെ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുള്ള കത്രിക വേണം നോക്കി വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സെയിം എനിക്ക് ഈ കടയിൽ നിന്ന് കിട്ടിയേ. അങ്ങനെ ഞാൻ ആ കത്രികയും കൂടി വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവും, കാരണം കുറേ സാധനങ്ങളുണ്ട്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പള്ളുരുത്തിയിലെ മഹാരാജ ഗോൾഡിലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ കോർണറിലായിട്ട് ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴിയാണ് ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ വഴി, ആ കോർണറിലിരിക്കുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒരു പകുതി മുക്കാലായപ്പോഴത്തേക്കുമാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോട്ട് എടുത്തത്, വീഡിയോ എടുത്തത്, ക്ലിപ്പ് എടുത്തത്. പക്ഷെ അത് ഇതിൻ്റെ ഇടയ്ക്കായി പോയി. സാരമില്ല, നോ പ്രോബ്ലം, നമുക്കതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ചെക്കനായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ നന്നായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാരണം 1 വീക്ക് പിടിക്കും, ധൃതി പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെഷീനിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ഒക്കെ എഴുതി വാങ്ങിയേട്ടാ. അത്യാവശ്യം പൈസ ആയിട്ടുണ്ടായേട്ടാ. അത്രക്കും 1000ൻ്റെ മുകളിലോട്ട് പോയില്ല, പക്ഷേ 1000നോട് അടുപ്പിച്ച് വന്നു കേട്ടോ ആ ഒരു ഫീ എന്ന് പറയുന്നത്, ഇവരുടെ ചാർജ്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷെഫിയായിരുന്നു കേട്ടോ. ഷെഫിക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുമൊക്കെ വാങ്ങിയത് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ടേബിളിലിരിക്കുന്നത്. സ്കെയിൽ വാങ്ങിയിട്ടുണ്ടായി, കത്രിക വാങ്ങിയിട്ടുണ്ടായി, നൂലൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് മെഷീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെഷീനാണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു നമ്പർ ഉണ്ടാവും അതിൻ്റെ അത്. ആ നമ്പറൊക്കെ എഴുതി ചെക്കൻ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി, കത്രികയും സ്കെയിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോണേ കേട്ടോ. ഞാനും എൻ്റെ കൂട്ടുകാരി ഷെഫിയും കൂടിയാണ് കേട്ടോ ഇപ്പം ഇന്നിങ്ങനെ ഇത് വാങ്ങാൻ വേണ്ടിയൊക്കെ വന്നേക്കണത്. ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ ഔട്ടിങ്ങിന് പോകും കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഞങ്ങൾ പുറത്ത് പോവുകയും ആരുടെയെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ വണ്ടി കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി കിട്ടണമെങ്കിൽ അപ്പം നമ്മൾ രണ്ടും കൂടി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാൻ പോവും. അറ്റ്ലീസ്റ്റ് ഒരു ഷേക്ക് കുടിക്കാനെങ്കിലും ഞങ്ങൾ പോകട്ടോ. കാരണം നമ്മൾ ജോലിക്ക് പോകണില്ലല്ലോ രണ്ടുപേരും, ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കണില്ലേ. അവൾക്ക് പിന്നെ തയ്യലൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ ഇങ്ങനെ ഉച്ചക്ക് വെറുതെ ഇരിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഇടയ്ക്ക് ഇതുപോലെ കറങ്ങാൻ വേണ്ടി പോകാറുണ്ട് കേട്ടോ. രണ്ടുപേർക്കും ഇപ്പോൾ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഒരു പേടിയില്ല, എവിടെ വേണമെങ്കിലും പോകും. എറണാകുളം വരെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ ഒറ്റക്ക്. അതായത് ഞങ്ങൾ വണ്ടി ഓടിച്ച്, അതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു കടയിലോട്ട് വരും കേട്ടോ. ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നേക്കണേ. എവിടെ പോയാലും അവിടെ വരും കേട്ടോ കൃത്യമായിട്ട്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും മിക്കവാറും ഞങ്ങൾ അവിൽ മിൽക്കൊക്കെയാണ് കുടിക്കുന്നത്. ഇപ്രാവശ്യം ഷേക്കാണ്ടോ കുടിച്ചത് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അഫോർഡബിളായിട്ടുള്ള ഷേക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. 50 രൂപ 60 രൂപയ്ക്കൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അവിടത്തെ കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ എനിക്കിത് ഈ ഒരു സംഗതി വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ബാത്റൂമിൻ്റെയൊക്കെ ഡോറില്ലേ, അതിൻ്റെ ഈ സംഗതി വാങ്ങാനുണ്ടായിട്ടാ. ഇതിനൊക്കെ ഭയങ്കര വിലയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ 20 രൂപ ഉണ്ടായുള്ളൂ. അതൊക്കെ വാങ്ങി ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഷെഫിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ സംതിങ് ഫേസ് വാഷ്, ബോഡി വാഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോണത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പോളോയിലോട്ടാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ പ്രോഡക്ട്സിന് 50% ഓഫ് ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഒരു പെർഫ്യൂമൊക്കെ വാങ്ങിയേട്ടാ. ഇത് ബാക്കി സാധനങ്ങളൊക്കെ എല്ലാം അവളുടെയാണ്, ഞാൻ പെർഫ്യൂം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ സാധനങ്ങൾക്ക് ഓഫർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ വെച്ചേക്കണ എല്ലാ പ്രോഡക്ട്സിനും 50% ഓഫറാണ് കേട്ടോ. ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ ഷാമ്പൂ ഉണ്ട്, ഹെയർ ഓയിലുണ്ട്, പെർഫ്യൂമുണ്ട്, വൈപ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾക്ക് 50% ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ, നല്ല അടിപൊളി മഴ. അപ്പോൾ ഈ മഴയൊക്കെ തോർന്നിട്ട് നമ്മൾ പതുക്കെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്.